ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എക്സ് ബാക്കുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ധാരാളം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ വീഡിയോസിലൊക്കെ ചിലപ്പോൾ വിട്ടുപോകുന്ന ചില പോയിന്റുകൾ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള പോയിന്റുകൾ ഒന്നുകൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും അത്തരത്തിലുള്ള ടോപ്പിക്കുകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആദ്യം തന്നെ ഒരു ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് വീഡിയോയിലോട്ട് വരാം. എക്സിനെ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എക്സ് ആകുന്നത് ഒരു പിണക്കം ഉണ്ടായിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ നിങ്ങൾ ആ എന്താണോ പിണക്കത്തിന് കാരണമായിട്ടുള്ളത് ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഓവർ തിങ്കിങ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു നടക്കുക. നമ്മൾ എന്താ സത്യത്തിൽ അട്രാക്റ്റ് ചെയ്യുക? ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് അട്രാക്റ്റ് ചെയ്യുന്നു, നമ്മൾ എന്താണോ പറയുന്നത് അത് അട്രാക്റ്റ് ചെയ്യുന്നു, അല്ലേ? ഇങ്ങനെയാണ് ബുദ്ധ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ തിയറി പ്രകാരം നമ്മൾ എന്ത് ചിന്തിക്കുന്നോ, എന്ത് ഫീൽ ചെയ്യുന്നോ, എന്ത് ഇമാജിൻ ചെയ്യുന്നോ അതൊക്കെ മാനിഫെസ്റ്റ് ആവുമെന്ന് പറയുന്നു. അപ്പോൾ ഈ രണ്ട് പ്രവർത്തികൾ നിങ്ങൾ എക്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ചെയ്യരുത്. പാസ്റ്റിലെ കാര്യങ്ങൾ ഓവറായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് തിങ്ക് ചെയ്യരുത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സുഹൃത്തുക്കളുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്ത് കൊണ്ടിരിക്കരുത്. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളത് പറയുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് വെരി ഡേഞ്ചർ. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോസിബിൾ ആണെന്നുള്ളത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കണം. പല ആളുകളും ഇനി അവളുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് നടക്കുന്നു തോന്നുന്നില്ല, അല്ലെങ്കിൽ ഇനി അവനുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നടക്കുന്നു തോന്നില്ല, ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. കാരണം എൻ്റെ സിറ്റുവേഷൻ അതായിരുന്നു, എൻ്റെ പ്രശ്നമല്ല ബാക്കിയുള്ള ആളുകൾക്കുള്ളത്, അങ്ങനെ ഇത് വലിയൊരു പ്രശ്നമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പം അതിന് പകരം ഞാൻ എന്താ പറയുന്നത്, ഇറ്റ്സ് പോസിബിൾ, സാധ്യമാണ് എന്നുള്ളത് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് മാനിഫെസ്റ്റേഷൻ നടക്കത്തുള്ളൂ. അപ്പം അങ്ങനെ ചിന്തിക്കാൻ പല ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടായിരിക്കും, എനിക്കറിയാം. അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകൾ മുകളിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലോട്ട് ഇപ്പം തന്നെ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഡീപ്പായിട്ട് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് അവർ പറഞ്ഞു തരും, ഒരു സൊല്യൂഷൻ തരും. ആ സൊല്യൂഷൻ ഒറ്റവാക്കിൽ പറയേണ്ട ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും അടക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അവരുമായിട്ട് ഷെയർ ചെയ്യാം. ഇനി അതല്ല, ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ട് കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസമോ അല്ലെങ്കിൽ ഒരു 15 ദിവസമൊക്കെ ഗൈഡൻസോ കാര്യങ്ങളൊക്കെ തരണം എന്നുണ്ടെങ്കിൽ അതിന് ചെറിയ ഫീസ് ഉണ്ടായിരിക്കും. അത് നിങ്ങളോട് ഓപ്പണായിട്ട് ഷെയർ ചെയ്യും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഫീസ് അടച്ചിട്ട് ആ ഗൈഡൻസും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യാം. എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു പ്രോബ്ലം എത്രയും പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യുക. ഇറ്റ് ഈസ് പോസിബിൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുക. ഗോട്ട് ഇറ്റ്. രണ്ടാമത്തെ കാര്യം അതാണ്, ഇറ്റ് ഈസ് പോസിബിൾ എന്നുള്ളത് ചിന്തിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അവരുടെ കൂടെ ആണെങ്കിൽ, ഐ മീൻ ഒരു ഹാപ്പി റിലേഷൻഷിപ്പിലാണെങ്കിൽ എന്ന് ചിന്തിക്കുക ഈ നിമിഷത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ട് ആലോചിക്കുക. ആ ഒരു ഫീല് നിങ്ങൾ വിഷ്വൽ ചെയ്തുകൊണ്ട് അവരുമായിട്ടുള്ളൊരു മൊമെൻ്റ് മനസ്സിൽ കണ്ടിട്ട് ഈ നിമിഷം തന്നെ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഡെയിലി നിങ്ങൾക്ക് മാറ്റി വെക്കാം. വിഷ്വലൈസേഷൻ പ്രോസസ്സായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, നോ പ്രോബ്ലം. ഇന്ന ടൈമിൽ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ബെസ്റ്റ് ടൈം ഞാൻ ചൂസ് ചെയ്യുന്നത് മോർണിംഗ് എണീറ്റ ഉടനെയും രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപുള്ള നിമിഷമാണ്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി സ്പീഡപ്പ് ആവും മാനിഫെസ്റ്റേഷൻ. മാക്സിമം അത് ഫീൽ ചെയ്യുക. നിങ്ങൾ ഒന്നാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നിച്ച് ഒരു മൊമെൻ്റ് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിങ്ങൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇടപഴകുകയോ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ഫീല്, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് ലൈഫ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലാണെങ്കിൽ വാട്ട് യു ഫീൽ, അത് മാക്സിമം ഫീൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹാർട്ട് എനർജി വെച്ചിട്ട് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അത്രയും പവർഫുള്ളാണ്. ലോ ഓഫ് അട്രാക്ഷനിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണത്, ഹാർട്ട് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹാർട്ട് അറിയണം നമ്മളത് ഫീൽ ചെയ്യുന്നത്, അത്രത്തോളം സെൻസ് ചെയ്യുക. നിങ്ങളുടെ 5 സെൻസസ് ഒക്കെ അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. സോ എക്സ്പാക്ട് സീക്രട്ടിൽ ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ള ഈ ഒരു 3 ടിപ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരിലോട്ട് ഈ വീഡിയോ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. എനിവേ, താങ്ക് യു. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമസ്തേ.